ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ചെറിയ രീതിയിലൊക്കെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. നമുക്കതിന് ഒരുപാട് ചിലവൊന്നും ഇല്ല. ഇതുപോലത്തെ നമുക്ക് കുറച്ച് തുണിയുടെ പീസാണ് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് അലാസ്റ്റിക്കാണ് വേണ്ടത്. ഈ അലാസ്റ്റിക്കിന് നമുക്കധികം റേറ്റ് വരുന്നില്ല. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പം തുണിയാണെങ്കിലും നമുക്കധികം പൈസ കൊടുത്ത് വാങ്ങിക്കുമ്പോഴാണ് നമുക്കധികം ആവുന്നില്ല. അപ്പോൾ നമുക്ക് ഈ തുണി കൊണ്ട് നമുക്ക് ഇതുപോലെ ക്രഞ്ചീസ് ഉണ്ടാക്കി നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ രീതിയിൽ നമുക്ക് വരുമാന മാർഗം ആയി കിട്ടും. ഇത് നമുക്ക് പല അളവിലും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഞാനിപ്പം ഒരു ചെറിയ അളവിലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഈ ഇതുപോലത്തെ തുണി നമുക്കൊന്നെങ്കിൽ നമ്മുടെ ഡ്രസ്സൊക്കെ തയ്ച്ച് കഴിയുമ്പം അതിൻ്റെ ബാലൻസ് പീസൊക്കെ ഉണ്ടെങ്കിൽ അതും കൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അല്ല നമുക്ക് കുട്ടികൾക്കാണെങ്കിലും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊന്നും കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് നമുക്ക് ഈ ഒരു തുണിയുടെ 3 ഇഞ്ച് വീതിയാണ് നമുക്ക് വേണ്ടത്. 3 ഇഞ്ച് വീതിയും അതുപോലെ തന്നെ അതിൻ്റെ നീളം നമുക്ക് വേണ്ടത് 20 ഇഞ്ച് നീളമാണ് നമുക്ക് വേണ്ടത്. നമ്മൾ കറക്റ്റായിട്ട് അളന്നെടുക്കുക. 20 ഇഞ്ച് നീളമാണ് നമുക്ക് വേണ്ടത്. 3 ഇഞ്ച് വീതിയും അത്രയും നമുക്ക് തുണി ആവശ്യമുള്ളൂ നമുക്ക് ഈ ഒരു ക്രഞ്ചീസ് ഉണ്ടാക്കാനായിട്ട്. ഇത് നമ്മൾ കറക്റ്റായിട്ടൊന്ന് മടക്കി എടുത്തിട്ട് ഒന്ന് മുറിച്ചെടുക്കുക. വലിയ ക്രഞ്ചീസ് ഉണ്ടാക്കുമ്പം നമുക്കതിൻ്റെ അളവിലും നമുക്ക് വ്യത്യാസം വരും. ഇതിപ്പോൾ നമ്മൾ ചെറിയ ക്രഞ്ചീസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് അളവിലുള്ള തുണി മതിയാകും. ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഉള്ള ഇതൊക്കെ ഒന്ന് മുറിച്ച് കറക്റ്റ് ലെവൽ ചെയ്ത് എടുക്കുക. ഇതെന്ന് വെച്ചാൽ നമ്മൾ കട്ട് പീസ് ഇരുന്ന് വെച്ചതാണല്ലോ, അപ്പോൾ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി ഇറങ്ങിയൊക്കെ ഇരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് അലാസ്റ്റിക്കാണ് വേണ്ടത്. നമുക്ക് ഒരു 6 ഇഞ്ച് അലാസ്റ്റിക്കാണ് നമുക്ക് ആവശ്യമുള്ളൂ. അത് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഈ അലാസ്റ്റിക്കിനൊന്നും നമുക്ക് അധികം പൈസയാവില്ല, കുറച്ച് പൈസ മതി നമുക്ക്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് തയ്ച്ച് എടുക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ഇത് തുണിയുടെ നല്ല വശമാണ്. നല്ല വശം നമുക്ക് ആ ഒരു നല്ല വശവും കൂടി കൂട്ടി വെച്ചിട്ട് വേണം നമ്മൾ ഇതൊന്ന് തയ്ച്ചെടുക്കാൻ. ഇപ്പോൾ തയ്യൽ മെഷീൻ ഇല്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് സൂചി നൂലെടുത്തിട്ട് നമുക്ക് തുന്നി വെച്ച് കഴിഞ്ഞാലും മതി. ഇപ്പോൾ തയ്യൽ മെഷീൻ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു വിഷമമൊന്നും വേണ്ട. നമുക്ക് സൂചി നൂലും കൊണ്ട് നമുക്കത് തുന്നി എടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ഇനി ഇതൊന്ന് തയ്ച്ചെടുക്കാം. നമ്മൾ വീട്ടിൽ സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് നമുക്കത് ഒരു ഡബിൾ സ്റ്റിച്ച് അടിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് ആ നൂലൊക്കെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വീടുകളിലൊക്കെ അതായത് ഫ്രണ്ട്സ് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുമ്പം പെട്ടെന്ന് പൊട്ടിപ്പോകുമ്പം അവർ കംപ്ലൈൻറ്റ് പറയാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മൾ അലാസ്റ്റിക് ഇടാൻ വേണ്ടി നമ്മൾ തയ്ക്കേണ്ടത്, നമ്മൾ ഈ ഒരു തയ്യൽ തുമ്പ് നടുക്കോട്ട് മറിച്ച് വെക്കുക. അതുപോലെ തന്നെ ഈ ഒരു സൈഡും കൂടി നമ്മളതിൻ്റെ മുകളിലേക്ക് മടക്കി വെച്ചിട്ട് ഈ ബാക്കി ഈ ഒരു പീസ് കൂടി വെച്ച് നമ്മൾ തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മളൊന്ന് പിടിച്ചിട്ട് തയ്ച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്ച്ച് എടുത്ത് നമുക്ക് മറിച്ചെടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. എന്നിട്ട് നമ്മളിതിങ്ങനെ വലിച്ച് എടുത്തിട്ട് ഇങ്ങനെ കുറച്ച് നമ്മൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കുമ്പം നമുക്ക് ആ ഒരു പീസ് ഇങ്ങോട്ട് പുറത്തേക്ക് വരും. ഇതുപോലെ നമ്മളൊന്ന് തയ്ച്ചെടുത്തിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഇടുക. നമ്മൾ തയ്ക്കാൻ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനെ മറിച്ചെടുക്കണമല്ലോ. അതുകൊണ്ട് ഇതുപോലെ നമ്മളിങ്ങനെ വലിച്ചെടുക്കുമ്പം നമുക്ക് ആ ഒരു പീസ് ഫുള്ളായിട്ട് നമുക്കിങ്ങോട്ട് പോന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളത് മറിച്ച് നമ്മൾ പിന്നും ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ മറിച്ചെടുക്കേണ്ടി വരും. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് കറക്റ്റാണ് ഇതായിട്ട് കിട്ടും. ഇത് കണ്ടോ, ഇപ്പോൾ ഒരു കുഴൽ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ഈ ഒരു ചെറിയ ഗ്യാപ്പിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അലാസ്റ്റിക് ഒരു പിന്നിൽ നമ്മൾ കുത്തിയെടുത്തിട്ട് നമ്മളതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ കോർത്തെടുക്കുക. അതിപ്പം എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ എടുക്കുന്നത്. ഈ ഒരു ഗ്യാപ്പിലൂടെ നമ്മൾ അത് അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് നമുക്ക് ഈ ഒരു ബാക്ക് സൈഡിലേക്ക് നമുക്ക് കൊണ്ടുവന്നെടുക്കണം. ഇതാണ് ഞാനിപ്പം അത് രണ്ടും ഒരേ രീതിയിൽ എടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തുന്നി കൊടുക്കുകയോ അല്ലെങ്കിൽ ആ തുമ്പ് രണ്ടും കൂടി നമുക്ക് തയ്ച്ച് കൊടുക്കുകയോ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇതുപോലെ നല്ല ടൈറ്റായിട്ട് കെട്ടി വെച്ച് കഴിഞ്ഞാലും അത് വിട്ടു പോകില്ല.
നല്ലതുപോലെ കെട്ടി വെച്ചിട്ട് ഈ കെട്ട് വരുന്ന ഭാഗം നമ്മൾ ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ അങ്ങോട്ട് നീക്കി വെച്ചിട്ട് നമ്മളത് അവിടെ ആ ഒരു സൈഡ് നമ്മൾ ആ ഒരു ഗ്യാപ്പ് ഉള്ളത് നമ്മളതൊന്ന് തയ്ച്ച് കൊടുക്കണം. തയ്ച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ തുന്നി കൊടുക്കുകയോ ചെയ്താൽ മതി. അതിൻ്റെ ഉള്ളിലേക്ക് നല്ലതുപോലെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ച് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഇതുപോലെ നല്ലത് വേണ്ട ഈ ഒരു ഗ്യാപ്പ് നമ്മളിനി അതൊന്ന് അടച്ചു കൊടുക്കണം. ഒന്നുമില്ലെങ്കിൽ നമുക്കതൊന്ന് തയ്ച്ച് കൊടുക്കാം, അല്ലെങ്കിൽ തുന്നിക്കൊടുക്കാം. ഞാനതവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കതവിടെ ഒന്ന് സ്റ്റിച്ച് കറക്റ്റ് ലെവലിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മളത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കതിനകത്ത് ജസ്റ്റ് ഒരു കെട്ടിട്ടിട്ട് വേണം നമ്മളതൊന്ന് തയ്ച്ചെടുക്കാൻ. അതുകൊണ്ട് അപ്പോൾ ഞാനത് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വേണ്ട നമ്മുടെ ക്രഞ്ചീസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. നമുക്ക് ഈ ഒരു തുണി തന്നെയല്ല, നമുക്ക് വേറെ നെറ്റിൻ്റെ തുണിയോ അങ്ങനെ എന്തെങ്കിലും തുണി വെച്ചിട്ടാണെങ്കിലും നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.